Hello friends, welcome to Dhruv Dev World Malayalam recipes. എൻ്റെ പേര് Asha Vineeth. ഇന്ന് ഇവിടെ ഞാൻ കൂട്ടുപായസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ ഒരു സ്വാദോട് കൂടിയ കൂട്ടുപായസം. ഇത് നമുക്ക് പായസം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് പായസം റൈസ്, അത് പെട്ടെന്ന് വേവാനായിട്ട് കുറച്ച് നേരം ഞാൻ കുതിർക്കാൻ ഇട്ടിരുന്നു. അപ്പോൾ കുതിർക്കാൻ ഇടുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർക്കാൻ ഇട്ടത്. അതിനുശേഷം ആവശ്യമായ വെള്ളം, അരി വേവാൻ ആവശ്യമായത്ര വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്ക് അത് തിളച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അത് വറ്റി പോകുന്നതോറും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അതുപോലെ നമ്മൾ ചോറ് ഒരു 1/4 ഭാഗത്തോളം വേവാകുമ്പോൾ കുറച്ചിതിങ്ങനെ ആവണം, എങ്കിലാണ് നമ്മൾ ശർക്കര ഇടുമ്പോൾ അധികം അത് വെന്ത് കിട്ടില്ല. അപ്പൊ അതിനു മുന്നേ നമുക്ക് നന്നായിട്ട് അത് ഇത്രയും 1/4 ഭാഗത്തോളെങ്കിലും വെന്ത് കിട്ടണം. കുറച്ച് വെള്ളവും കൂടുതൽ ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 2.5 അച്ച് ശർക്കര പൊടിച്ചത് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ പായസത്തിലൊക്കെ അവർ പാവ് കാച്ചാനൊന്നും നിൽക്കില്ല, ഇതുപോലെ ശർക്കര പൊടിച്ച് വേഗം ചേർക്കുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാവ് കാച്ചണമെങ്കിൽ, ഇതിൽ ആണെങ്കിൽ അധികം കല്ലും ഇതൊന്നും ഇല്ലാത്ത ശർക്കര, നല്ല ശർക്കരയാണ്. പാവ് കാച്ചണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം, 3 അച്ച് ശർക്കര അല്ലെങ്കിൽ 2.5, അത് മധുരം അനുസരിച്ച് ഒന്ന് പാവ് കാച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഉരുകുകയും ചെയ്യണം. നമ്മുടെ ഈ അരിയിൽ ആ ശർക്കരയുടെ ആ സ്വാദ് വരികയും ചെയ്യണം. അതിനാണ് കുറച്ച് വെള്ളം കൂടുതൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് അധികം കളറില്ലാത്ത ശർക്കരയാണ് കേട്ടോ. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളറായിട്ട് വരും. ശർക്കര ചേർത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇത് ശർക്കര നമ്മൾ അലിഞ്ഞലിഞ്ഞ് നന്നായിട്ട് ഉരുകി വരുന്തോറും കളറും മാറി വരുന്നുണ്ടല്ലേ, പായസത്തിൻ്റെ കളറും നന്നായിട്ട് ചേഞ്ച് ആവും. ഇത് ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ശർക്കരയായിട്ട് നന്നായിട്ട് യോജിച്ച് വരാൻ വേവിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ അരിയുടെയൊക്കെ കളർ മാറി ഏകദേശം ശർക്കരയുടെ കളറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റണം. അപ്പോൾ ഇത് അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചില്ലെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഈ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടി പിടിക്കും. അതുകൊണ്ടാണ് ഉരുളിയൊക്കെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒരു 3 ഏലക്ക ഒന്ന് ചതച്ച് ഇടുകയാണ്. ഏലക്ക പൊടി ചേർക്കാം, പക്ഷെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. ഏലക്ക അതുപോലെ അവർ ചതച്ചിടുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഒരു തേങ്ങ ചിരകിയത് ഫുള്ള് ഞാൻ ചേർക്കാണ് കേട്ടോ. ഇതിൽ ഈ തേങ്ങയാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉടനെ തന്നെ തീ ഓഫാക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. കുറച്ചും കൂടി കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല ഭംഗിയും കൂടി ആവും. നമുക്ക് കറക്റ്റ് ആ ഒരു കൂട്ടുപായസത്തിൻ്റെയൊക്കെ ആ ഒരു ഇതും കിട്ടും. ഇത് ഇരിക്കുന്നതോറും കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചും കൂടി അത് കട്ടിയാവും കേട്ടോ. നമ്മൾ ഇത് തീ ഓഫാക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് വെച്ചുള്ളൂ. അപ്പോഴേക്കും ഇത്രയും കട്ടിയായി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കൂടുതൽ ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട്. കാരണം എനിക്കും കുട്ടികൾക്കും കുറച്ച് കൂടുതൽ വേവാനാണ് ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടണ ആ ഒരു രുചി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ചെത്തിപ്പൂവും ഒരു തുളസി ഇലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇല വെച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ സ്വാദ് തന്നെ കിട്ടും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഇടുന്നതിനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക.